നമസ്കാരം. കേന്ദ്ര സർവീസിലും കേരളത്തിലെ ഗവൺമെൻറ് സർവീസിലും അർഹമായ പ്രൊമോഷൻ നഷ്ടപ്പെട്ടാൽ അതിനെന്തൊക്കെ പരിഹാര നടപടികൾ സ്വീകരിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ആദ്യമായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് പരാതി സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ നിങ്ങളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് അയാൾക്ക് പരാതി സമർപ്പിക്കുക. ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ കാരണങ്ങൾ കാണിച്ച് പരാതി സമർപ്പിക്കുക. ഇല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊമോഷൻ കമ്മിറ്റി DPC എന്ന് പറയും, അവർക്ക് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉൾപ്പെടെ സമർപ്പിക്കുക. അതിനുശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കേന്ദ്ര ജീവനക്കാരാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സമർപ്പിക്കുക. കേരള ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കും പരാതി സമർപ്പിച്ചിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ CAT-ൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശപരമായോ അല്ലെങ്കിൽ പക്ഷപാതപരമായോ അല്ലെങ്കിൽ അഴിമതി നിമിത്തമോ ഒക്കെയാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ നിഷേധിക്കപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര ജീവനക്കാർക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷനും സംസ്ഥാന ജീവനക്കാർക്ക് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്കും പരാതി അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് കേന്ദ്ര ജീവനക്കാരാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, സംസ്ഥാന ജീവനക്കാരാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. പരാതി സമർപ്പിക്കാം, കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രൗണ്ട്സ് മൂലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനർഹമായ പ്രൊമോഷൻ ചാലഞ്ച് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സർവീസ് റൂൾ വയലേഷൻ, അങ്ങനെ കുറേ ഗ്രൗണ്ട്സ് മൂലം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഹൈക്കോർട്ടിനെയും അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെയും സമീപിച്ച് റിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച നിയമപരമായ